85 റുപ്യ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. പുതിയത് എടുത്തു കൊടുക്കാം. കുട്ടികള് 2009 വണ്ടി. 9 പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പുതിയ റിന്യൂവൽ എല്ലാം പുതിയത്. 5 കൊല്ലത്തിന് ഫുൾ പേപ്പറിൽ വണ്ടി കൊടുക്കാം. 2 ടയർ മുന്നിൽ പുതിയത്. നമുക്കൊരു 1 ലക്ഷം റുപ്യ 1.10 ഇട്ട് കൊടുക്കാം. 1 ലക്ഷം വണ്ടി ഇറക്കാം. മൈലേജ് ഇത് കെ സീരീസ് ആയതുകൊണ്ട് ഒരു 15-16 കിട്ടും. ഏകദേശം ഒരു 1.17 ഫൈനൽ ആകുകയാണെങ്കിൽ കൊടുക്കാം. 3000 കുറച്ചിട്ട് കൊടുക്കാം. നല്ല വണ്ടി, നല്ല വൃത്തിയാണ് വണ്ടി. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഫുള്ളായതുകൊണ്ട് പുറത്തിട്ടേക്കണ്ട. 2,30,000 റുപ്യ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. 2.25 ലക്ഷം റുപ്യ ആകുകയാണെങ്കിൽ നമുക്ക് 5,000 കുറച്ചുകൊണ്ട് 2.25 വണ്ടി നോക്കാം. നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ആണ്. സൂപ്പർ നമ്മളങ്ങനെ വീണ്ടും MK മോട്ടോഴ്സിൽ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് 14 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ്, ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ്. അതേമാതിരി ഫുള്ള് ചാകര, സ്വിഫ്റ്റ് ചാകര, അൾട്ടോ 800 ചാകര, അല്ലെ എല്ലാ വണ്ടികളും ചാകരയാണ്. നമ്മളെ കൂടുതൽ ഭാഗമാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? സുഖം. ലൊക്കേഷൻ മലപ്പുറം കോഴിക്കോട് റോഡ് ഹൈവേ. ക്ലാസിക് ഉണ്ടായിരുന്ന നേരെ ഓപ്പോസിറ്റ്, ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഷോപ്പ് വരുന്നുണ്ട്. ഇവിടെ MSM ഓഡിറ്റോറിയം ഉണ്ട്, കടനോട് ചാരിയിട്ട് അതിന്റെ അടുത്ത് തന്നെയാണല്ലോ. താറുകളൊക്കെ ഉണ്ടല്ലോ, കുറെ താറുകളുണ്ട്, ബൊലോറോ ഉണ്ട്, പിന്നെ സിവിക് അല്ല, അത് ചെറുവണ്ടികളൊക്കെ ഉണ്ട്. ഏകദേശമൊക്കെ വണ്ടികളൊക്കെ നമ്മൾ എടുത്തു. ക്രൂയിസർ 2011 ഇവിടെ ഓടുന്ന വണ്ടിയാണ്. 4 റുപ്യ നമുക്ക് കൊടുക്കാം. 4 ലക്ഷം റുപ്യക്ക് 12 സീറ്ററിന്. അത് സീറ്റ് എത്ര നോക്കണം, 10-12 സീറ്റ് 4 ലക്ഷം രൂപ കൊടുക്കാം. ടാക്സിയില് ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ സ്വിഫ്റ്റുകളുണ്ട്. ഏകദേശം സിംഗിൾ ഓണർ, 2ാമത്തെ ഓണറാണ് നമ്മൾ മെയിൻ. ഏകദേശം സർവീസും കറക്റ്റ് ആയിക്കാരം. പിന്നെ മോഡൽ കുറഞ്ഞ വണ്ടിയാകുമ്പോ പിന്നെ സർവീസ് കറക്റ്റ് നമ്മൾ നോക്കൂല. മെക്കാനിക് ഫുള്ള് നോക്കാം. അത് വെന്റോർക്ക് ചെക്ക് ചെയ്യാം. ഏകദേശം നമ്മളൊരു ആൾക്കൊരു വണ്ടി കൊടുത്താല് അപ്പൊ മോശമായി എന്ന് പറയാൻ പാടില്ല. അതാണ് നമ്മൾ പോളിസി മെയിൻ ആയിട്ടുള്ളത്. പറയില്ല, പറയാൻ പാടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിലും, ചെറിയ പ്രശ്നങ്ങൾ ചിലവർക്ക് എന്താ വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് വണ്ടി എടുക്കുമ്പോ ചെറിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും പോലെ സംബന്ധിച്ച വലിയ ഉണ്ടെങ്കിലും ആക്കെ എന്തുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. പ്രശ്നമല്ല. നമ്മളൊരു വണ്ടി കൊടുക്കുകയാണ് ഒരു മോശമായി അതെ പെടൂല. എന്താ വെച്ചാൽ ചെറിയൊരു പൈസന്റെ വണ്ടി എടുക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ച ചെറിയ പൈസ കാരണം, പക്ഷെ ഓലെ സംബന്ധിച്ച വലിയൊരു പൈസ എന്താ വെച്ചാല് ഓൾക്ക് നമ്മളൊരു മോശമാക്കി കൊടുക്കാൻ പാടില്ലല്ലോ. അതാണ് ചെറിയ വണ്ടി എടുക്കുക, ചെറിയ മോഡൽ വണ്ടി എടുക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം നോക്കേണ്ട ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. നല്ല വണ്ടിയാണെങ്കിൽ നമ്മൾ എടുക്കണല്ലോ. മേജർ ആക്സിഡന്റ് ഫ്ലഡ് എന്തായാലും നമ്മൾ കടയിൽ കയറൂല. ഗ്യാരണ്ടി പറഞ്ഞു എത്ര മുതൽ തുടങ്ങും? ധൈര്യമായിട്ട് എന്റെ ചാനലിൽ ഗ്യാരണ്ടി പറഞ്ഞു സ്ഥിരമായിട്ട് എന്താ വെച്ചാൽ നമ്മളെ കടയിലെ ഏകദേശമൊക്കെ നമ്മൾ വണ്ടി എടുക്കണ്ടോ തന്നെ നമ്മളല്ല, നമ്മൾ കൊടുത്ത കസ്റ്റമറേനാണ് നമ്മളെടുത്ത് കറോപ്പിലും ഓല ബാക്കിയുള്ളവർക്കൊക്കെ. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ കൊടുത്ത മോശമായി എന്ന് പറയരുത്. നമ്മളെ ബാക്കിൽ ഓല് പണിയെടുത്തോളൂ, നമ്മൾ എത്ര മുതൽ തുടങ്ങുന്നുണ്ടോ? നമ്മൾ ഏകദേശം ഒരു 50-55 രൂപ മുതലൊക്കെ 75 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഒക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണുന്ന മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ടിൽ ആദ്യത്തെ വണ്ടി പറഞ്ഞാല് ZNest-ലാണ്. ചെറിയ കാലിന്റെ വണ്ടി. നമ്മളെ കൂടുതലുള്ള ഭാവാക്കാണ്. ഭാവാക്ക നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം. സുഖലവാക്കാണല്ലേ? 100 കണക്കിന് വണ്ടികള്, 50ഓളം വണ്ടികൾ ഫുള്ളാണ്. അതാണ് നിങ്ങള് വിളിച്ചോളി, വന്നോളി. പ്രൊഫൈൽ ഉഷാറാണ്. ഫുള്ളോളം എല്ലാ വണ്ടിയും സിവിൽ സ്കോർ ഉണ്ട്. നമുക്ക് കൊടുക്കാറല്ലേ? എല്ലാ വണ്ടി ചാകര. അൾട്ടോ 800 ചാകര, ഇനിയിപ്പോ i20 ചാകര, ഇനി ZNest-ന്റെ അങ്ങനെ ചാകര, താറ് വേണം, താറിന്റെ ചാകര, സ്വിഫ്റ്റ് ചാകര, എല്ലാം ചാകര, ഇന്നോവ അതും ചാകര, എല്ലാം ചാകര. വിളിച്ചോളി, വീഡിയോയുടെ നമ്പർ ഉണ്ട്. അപ്പൊ ഇതാണ് കണ്ടിട്ടില്ലേ? ഇത് 2013 വണ്ടിയാണ്. 13 ZNest-ലോ? 90,000 കിലോമീറ്റർ കറക്റ്റ് ജെന്യൂനിറ്റി സർവീസ് ഉണ്ട്. ടയർ ഭാഗങ്ങളുണ്ട്, സീറ്റ് കവർ ഉണ്ട്, സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വണ്ടി കാര്യങ്ങളൊക്കെ. എന്റെ കെ സീരീസ് എഞ്ചിനിലെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. തട്ട് മുട്ട് ഒരു പരിപാടി അപാകതകളൊന്നും പരിപാടിയില്ലല്ലേ? എനിക്കറിയില്ല. നമ്മളെ അപാകതകള് കമ്മിയാക്കാറ്. എന്തേ തന്നെ പറഞ്ഞു കൊടുക്കും. ചെറിയ
പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തായാലും ഉണ്ടാവും. അങ്ങനത്തെ ഒരു വണ്ടി ഇവിടെ ഉണ്ടാവില്ല. അത്ര ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,30,000 റുപ്യാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഒരു 2,15 ലക്ഷം റുപ്യ ആകാൻ നമുക്ക് 5,000 കുറച്ചുകൊണ്ട് 2,15 വണ്ടി നോക്കാം. നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല ക്വാളിറ്റി ആണ്. സൂപ്പർ ക്വാളിറ്റി ആണ്. സീറ്ററൊക്കെ ഉഷാറാണല്ലോ. ഇതിപ്പോ ലോൺ കയറൂലേ? ലോൺ ഒരു 1 റുപ്യന്റെ റേഞ്ചിലൊക്കെ ആ ലെവലാണ് മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്, മാക്സിമം ലോൺ ആട്ടോ. ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇവിടെ i20 ചാകരുണ്ട്, വെള്ളിയുണ്ട്, ചോപ്പുണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ i20 എങ്ങനെ? ഇത് 2018-19 ഡീസല് 6 എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. 6 എയർ ബാഗ് വരും, സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി. അപ്പൊ ലിമിറ്റഡ് ആയിക്കാരപ്പോ? അതെ, ലിമിറ്റഡ് എഡീഷൻ വണ്ടിയാണ് അല്ലേ? വണ്ടി ഫുൾ പക്ക വണ്ടി. 6 എയർ ബാഗ് ഉണ്ട്. അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ 110 ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളും മേജർ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. 110 ഹിസ്റ്ററിയുള്ള വണ്ടി. ഓ, റീപ്ലേസ്മെന്റ് ചോദിച്ചണ്ട. ലെതറിന്റെ കവറൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ലെതറിന്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ്, ഫുൾ ക്വാളിറ്റി. എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നത്? 7,60 നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഒരു 7 ലക്ഷം റുപ്യ അടുത്ത് നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം. 7 ലക്ഷം വരെ ലോൺ കൊടുക്കാം. ഒരു 10,60,000 റുപ്യ നമുക്ക് ലിമിറ്റഡ് എഡിഷൻ 6 എയർ ബാഗുള്ള നമുക്ക് കൊടുക്കാം, കൊണ്ടുപോലെ. ഇത് ഡീസലിന്റെ ഫീൽ ആയിരുന്നു. ഡീസല് എത്ര മൈലേജ് കിട്ടും? ഇത് 20 മേലെ കിട്ടും. 20 ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. പിന്നെ മേപ്പെട്ടാണ് നമ്മളെ ഡ്രൈവിംഗിനനുസരിച്ചാണ്. ഫുൾ ക്ലിയർ വണ്ടി അല്ലേ? നമ്മൾ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ i20 ഉണ്ട്, വെള്ള കളറ്. ഇതെങ്ങനെ? ഇത് നമുക്ക് 2020 12 മാസം വണ്ടിയാണ്. 20 ലാസ്റ്റ് വണ്ടി. ഇത് നമുക്ക് സ്പോർട്സ് പ്ലസ് അലവിലും കാര്യങ്ങളും വരുന്ന വണ്ടി. ഇത് നമുക്ക് ഏകദേശം 7 ലക്ഷം റുപ്യന്റെ ഉള്ളിൽ കൊടുക്കാം. 7 ലക്ഷം റുപ്യ ആണ് ലാസ്റ്റ്. എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഇത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തു. ലെതറിന്റെ കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് മാരക ലുക്കാക്കിയ വണ്ടിയാണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 40,000 ഓടിയിട്ടുള്ളൂ. സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്തില്ല. ഫുൾ പക്ക വണ്ടി. ലോൺ എത്ര? ലോണ് ഒരു 6 റുപ്യ ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 10-50 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറെ സിവിൽ എങ്ങനെ ചെയ്യാം. നല്ല പ്രൊഫൈലാണ്, ഫുൾ ഓളാണ്. ഫാൻസി നമ്പർ 2001 നമ്പർ വരുന്നത്. i20 KL 86 2001 നമ്പർ. ഫാൻസി നമ്പർ. ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള വരുന്നുണ്ട്. i20 ഡീസല് മോഡല് കുറഞ്ഞ വണ്ടി. 2014 വണ്ടിയാണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. നല്ല ക്ലീൻ വൃത്തിയുള്ള വണ്ടി. 3303 ഒരു 3 കൂടി അവിടെ എഴുതിയേനു. പിന്നെ ഫുള്ള് ഫാൻസി. ഇന്ത്യ നല്ല വൃത്തിയിലുണ്ടല്ലോ. നല്ല വൃത്തി, നല്ല ക്വാളിറ്റി വണ്ടിയാ. എത്ര ഓടിക്കണേ? ഇത് 1ന്റെ മേലെ ഓട്ടുണ്ട്. ഓണർഷിപ്പ് കറക്റ്റ് സർവീസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ചാവി സർവീസ് ബുക്ക് എല്ലാ പരിപാടി ഉണ്ട്. എല്ലാതും കൊടുക്കാം. എത്ര ചോദിക്കണം? ഇത് നമുക്ക് 4.25 ലക്ഷം റുപ്യ കൊടുക്കാം. 4.25 ലക്ഷം ചോദിച്ചാണ്ട് കുറച്ചിട്ട് കൊടുക്കും. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ? ലോൺ നമുക്ക് ഏകദേശം ഒരു 4 റുപ്യന്റെ അടുത്തേക്ക് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഒരു 10-50 റുപ്യ ഇറക്കാൻ പറ്റുമോ? ഡീസൽ എത്ര മൈലേജ് കിട്ടും? 20 മേലെ ഇതും കിട്ടുമല്ലേ? ഡീസലൊക്കെ 20 മേപ്പെട്ടു. പെട്രോൾ ആണെങ്കിൽ 15 അതെ, ആ ലെവലാണല്ലേ. അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റിന്റെ ചാകരുണ്ട് കൊടുത്തില്ലേ? സ്വിഫ്റ്റ് നമുക്ക് ഇങ്ങനെ മോഡൽ വില പറഞ്ഞു കൊടുക്കാം. അത് 18 ആണ്. ഇത് നമുക്ക് പെട്രോൾ VXI ആൻഡ്രോയിഡ് സെറ്റ് സീറ്റ് അവരൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഒരു 5,60,000 റുപ്യ കൊടുക്കാം. 5,60,000. റെഡ് കളർ 19 ഫിറ്റിംഗ്സ് വണ്ടിയാണ്. ഇത് 6.30 കൊടുക്കാം. ഫുൾ ഫിറ്റിംഗ്സ് വണ്ടിയില്ലേ? അതും പെട്രോൾ തന്നെയാണ്. പെട്രോൾ തന്നെയാണ്. ഇത് പിന്നെ ഡീസലാണ്. ഗ്രേ കളർ. ഇത് 7.30 കൊടുക്കാം. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ക്ലീൻ വണ്ടി, കിട്ടാത്ത വണ്ടി. പോലും കിട്ടണില്ല. ഡീസൽ ഡിമാൻഡുള്ള വണ്ടിയാണല്ലേ? MK യൂസ്ഡുകാർക്ക് വന്നോളെ. നല്ല അടിപൊളി വണ്ടികളെ നല്ല ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ നീല കളർ ഉണ്ടല്ലോ. 20 ZXI ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 40,000 ഓടിയിട്ടുള്ളൂ. അലവിയിലും കാര്യമൊക്കെ കമ്പനി വരും. ബാക്ക് വൈഫർ വരും. എല്ലാം 7,10,000 റുപ്യാണ്. ചെറിയ മാറ്റം ചെയ്ത് നമുക്ക് കൊടുക്കാം. നീല കളർ 2021 ഓട്ടോമാറ്റിക് ടൈപ്പ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫാൻസി നമ്പർ 1,000 ഫാൻസി നമ്പർ. 1 ലക്ഷം റുപ്യ നമ്പറാ. 1 ലക്ഷം റുപ്യ നമ്പർ. ഓ,
ഇത് കിലോമീറ്റർ എത്ര ഓടിക്കുന്നുണ്ട്? 50,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 4 ടയർ പുതിയതും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 ലക്ഷം റുപ്യ കൊടുക്കാം. 7 ലക്ഷം ചോദിച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കാം. കൊടുക്കാൻ പറ്റും. 10,000 റുപ്യ ഇറക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. 10,000 റുപ്യക്ക് ഇറക്കാം. നല്ല പ്രൊഫൈലാണ്, ഫുൾ ഓണാണ്. ഫാൻസി നമ്പർ 1000 നമ്പർ വരുന്നുണ്ട്. ഫാൻസി നമ്പർ എല്ലാം മോഡലുണ്ടല്ലോ. ഇത് ചാകരയാണ്. സ്വിഫ്റ്റിന് ചാകര, ഐറ്റന് ചാകര, എല്ലാം ചാകരാണ്. നമുക്കൊരു പുതിയ മോഡലും പഴയ മോഡലും എല്ലാം കൂടി ആയിട്ട് ഒരു 10, 12, 13 വണ്ടി നമുക്ക് കൊടുക്കാം. സ്വിഫ്റ്റ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. മാനുവൽ ഉണ്ട്, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. എവിടെയും കിട്ടിയാലും ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇവിടെ കാണണ്ടല്ലോ. അതേപോലെ ഹോണ്ട അമേസ് ഉണ്ടല്ലോ. ഇത് 19 വണ്ടിയാ അമേസ്. ഇത് ഡീസലാണ്. 33 ഓടിയിട്ടുള്ളൂ. 4 ടയർ പുതിയതുണ്ട്. നമുക്ക് 8.25 ലക്ഷം റുപ്യ കൊടുക്കാം. 8.25 ലക്ഷം ചോദിച്ചാൽ 33,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഉണ്ട്. 33,000 ഓടിയിട്ടുള്ളൂ. 19 ഡീസല്. അത് ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയില്ലേ? അതെ. ലോണൊക്കെ എത്ര കയറി വണ്ടി? അതൊരു 8 റുപ്യ ചെയ്ത് കൊടുക്കാം നമുക്ക്. 8 റുപ്യ ചെയ്ത്. എത്ര ചോദിക്കുന്നത്? 8.25 ലക്ഷം. 8.25 ലക്ഷം ചോദിച്ചാൽ 25,000 റുപ്യക്ക് വണ്ടിയുടെ ഇറക്കട്ടോ. ഹോണ്ടന്റെ അമേസ് മൈലേജ് രാജ അങ്ങോട്ട് ഇറക്കാം. അതേപോലെ ഡിസയർ പോളിമ അൺടച്ചപ്പ്. ടച്ചപ്പ് കയറാത്ത ഫാൻസി നമ്പറും കാര്യങ്ങളുള്ള 95,000 കിലോമീറ്റർ ഓടിക്കണ്ട്. 1 ലക്ഷത്തിന് ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റി. ആ പരിപാടി നോക്കണ്ട. സീറ്റുകളൊക്കെ അടിപൊളിയാക്കി ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അലവില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ? അതും ഫാൻസി നമ്പർ 24 നമ്പർ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 3.30 ചോദിച്ചാൽ 3.25 ലക്ഷം റുപ്യ കൊടുക്കും ചെയ്യാലോ. ഫുൾ പക്ക ഗ്യാരണ്ടി വണ്ടി കൊടുക്കാം. ഇനി ഇവിടുന്ന് ബലേനന്റെ ചാകര. ബലോന നമുക്ക് 2018 അൽഫ ഫുൾ ഓപ്ഷൻ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7.25 ലക്ഷം റുപ്യ കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ കാണിക്കുന്നല്ലോ കുറെ വണ്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓടിച്ചു പോകട്ടോ. ഡീസലാണ് ഫീൽ ചെയ്യുന്നത്. ഈ ബലോന ഓട്ടോമാറ്റിക്, പെട്രോള്, CVT ഓട്ടോമാറ്റിക് 38,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 38,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ബലേന ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്, CVT ആണ്. അതേപോലെ തന്നെ ടിയാഗോ ആണല്ലോ. ടിയാഗോ ഓട്ടോമാറ്റിക്, അത് ഫുൾ ഓപ്ഷന്റെ വണ്ടി ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക്. എല്ലാം 5,60,000 റുപ്യ കൊടുക്കാം. 5,60,000 കൊടുക്കാം. അതേമാതിരി ഡീസൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വീണ്ടും 18 അലവിയില് സെറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളി അലവിലൊക്കെ ചെയ്ത വണ്ടിയില്ലേ? 6 ലക്ഷം റുപ്യ കൊടുക്കാം. 6 ലക്ഷം റുപ്യക്ക്. എത്ര മോഡലേ? 18 VDI ഓട്ടോമാറ്റിക്. വീഡിയോ ഡീസൽ വണ്ടി ഓട്ടോമാറ്റിക് റെഡ് കളർ ഡിമാൻഡ് ഉള്ള കളർ അല്ലേ? ഇനി ക്ലൈംബർ ഓട്ടോമാറ്റിക് ഇതുണ്ട്. ഇത് ഓട്ടോമാറ്റിക്. ഇത് ക്ലൈംബർ ഓട്ടോമാറ്റിക് RST ഓപ്ഷണൽ. ഒരു എയർ ബാഗ് വരുന്നുണ്ട്. ഒരു എയർ ബാഗ് വരും. അത് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. ഇത് നോബാണ് വരുന്നുണ്ട്. മറ്റേ ഗീറല്ല, നോബ് തിരിച്ചാൽ മതി. അതാണ് ഓട്ടോമാറ്റിക്. ഇത് അതേമാതിരി തന്നെ ഇത് സാധനം കിട്ടില്ലേ? ഇത് ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് 2 കിട്ടും. RST ഓട്ടോമാറ്റിക് ഓപ്ഷണൽ എയർ ബാഗ് വരുന്നുണ്ട്. 2 വണ്ടി 3,90,000 റുപ്യ കൊടുക്കാം. ഈ 3.5 ലക്ഷം റുപ്യ ലോൺ ഇട്ട് കൊടുക്കാം. 3,90,000 3 ലക്ഷം ലോൺ ഇട്ട് കൊടുക്കാം. വെറും 40,000 റുപ്യ ക്ലെയിംബറും കൊണ്ടാകാം, കിഡും കൊണ്ടാകാം. 2 ഓട്ടോമാറ്റിക് വണ്ടികൾ. അത് എയർ ബാഗ് തന്നെ ഉണ്ട്. അത് എയർ ബാഗ് ഉണ്ട്. എയർ ബാഗ് ഉണ്ട്. 2 എയർ ബാഗ് ഉണ്ട്. ഓട്ടോമാറ്റിക് എയർ ബാഗ് ഉണ്ട്. 2 ഓപ്ഷനിലാണ്. അതേമാതിരി CVT ഓട്ടോമാറ്റിക് ചോദിക്കുന്നുണ്ട്. മൈക്ര CVT ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഹാൻഡ് സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ, കിലോമീറ്റർ ഒന്നിന്റെ ലെവലില് 85 90 ആ റേഞ്ചിലൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അല്ലല്ല, മൂന്നാമത്തിലാണ്. വേറെ തട്ടുമുട്ട ഒന്നുമില്ല. CVT ഓട്ടോമാറ്റിക് തട്ടുമുട്ട് ചോദിച്ചണ്ട. ഇതൊന്നും ചെല്ലേ? ഇത് നമുക്ക് 3.65 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം ചെയ്ത് നമുക്ക് കൊടുക്കാം. ലോൺ എത്ര കയറും? 3 റുപ്യ അടുത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 10-50 റുപ്യ 60 റുപ്യ ഇറക്കാം. നോക്കണ്ട, എന്തായാലും കുറക്കല് വേറെ ഉണ്ട്. പിന്നെ ലോൺ ആകുമ്പോൾ മാക്സിമം നിങ്ങളെ പ്രൊഫൈൽ നോക്കി മാക്സിമം ചെയ്ത് കൊടുക്കാം. നല്ല ഈ വരി ഫുള്ള് ഓട്ടോമാറ്റിക് ആണ്. എല്ലാ ക്ലൈംബർ എല്ലാം ഓട്ടോമാറ്റിക്. അതേപോലെ തന്നെ ഇവിടെ വേറെ കിഡുകൾ വേറെ കുറെ ഇറക്കുണ്ടല്ലോ അല്ലേ? 17 മാനുവൽ കിട്ടി. സിംഗിൾ ഓണർഷിപ്പ് മലപ്പുറത്ത് വന്ന മലപ്പുറം 4 ഇറങ്ങി വേണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,90,000 റുപ്യ കൊടുക്കാം. ഓപ്ഷണല് അല്ല, RST ഓപ്ഷണൽ ഇല്ല. എയർ ബാഗ് ഇല്ലാത്തോണ്ട് ലോൺ ഒരു 10 റുപ്യ 2.25 റുപ്യ അടുത്ത് ലോണ്. മാക്സിമം കയറും. 750 മേലെ സിവിൽ സ്കോർ ഉള്ളതാണ്. 3 ലക്ഷം റുപ്യ ലോണാണ്. അപ്പൊ പൈസ നിങ്ങൾക്ക് തരും കേട്ടോ. അതാണ് ക്യാഷ് ബാക്ക് ആണ്. ഇത് 2016 ആണ്. ഇത് 2 റുപ്യ 2 റുപ്യന്റെ അടുത്ത് ലോണും കയറും. ഫുൾ ലോൺ കയറും. ഇത് ഫുൾ ലോൺ അല്ലേ? വീണ്ടും മൈക്രോ ഇറക്കണോ? മൈക്രോ 2013 വണ്ടിയാണ്. ഇത് പെട്രോൾ ആണ്. ബട്ടൺ ഷാർട്ടും കാര്യങ്ങളൊക്കെ എന്റെ വണ്ടി. ഫുൾ ഓപ്ഷൻ അല്ല, എക്സൽ ഓപ്ഷനല്ലേ?
4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ് വരും, ABS വരും, പിന്നെ ബട്ടൺ ഷാട്ട് വരും, ഒക്കെ വരും. വണ്ടി എത്ര കൊടുക്കണ്ടേ? 2.25 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. കുറച്ച് കൊടുക്കാം. പെട്രോൾ കേട്ടോ, പെട്രോൾ ആണ്. 2.25 ലക്ഷം ചോദിക്കണ്ടേ? ഏകദേശം ഒരു 10-50 രൂപ ഇറക്കാം. അല്ലെങ്കിൽ ഫുൾ ഓൺ കയറും. പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ 18 ഇയോണ്. ഇത് മാഗ്ന പ്ലസ് ആണ്. നല്ല സീറ്റാറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. എല്ലാം ഉഷാറും ചെയ്തേക്കണം. ഇത് നമുക്ക് 2,80,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. അതേമാതിരി 16-17 വരെ വേറെ ഇയോണെ. ഇത് നമുക്ക് 2,60,000 രൂപ ചോദിക്കണ്ടേ? 2.55 ഫൈനൽ ആവുകയാണെങ്കിൽ കൊടുക്കാം. ഈ പറഞ്ഞ റേറ്റ് ഒക്കെ മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കാം. അതാണ് ലോൺ മാക്സിമം വരും. നമ്മളൊന്ന് ഓടിച്ചു കൊണ്ട് കണ്ടമാനം വണ്ടി ഉണ്ടായിട്ടാണ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഫോട്ടോസും ഡീറ്റെയിലും കറക്റ്റ് അറിയാൻ കഴിയൂലേ? ഇനി 2018 വേഗണർ. ഇത് നമുക്ക് 4,30,000 രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് അലവിയിലും കാര്യങ്ങളും ഒരു 10-60,000 രൂപ ഫിറ്റിംഗ്സ് തന്നെ ഉണ്ട്. ചെയ്ത വണ്ടിയില് നല്ല ഡയമണ്ട് കട്ട അലവിയിൽ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒക്കെ ഉണ്ട്. സീറ്റർ ഇന്റീരിയറൊക്കെ അടിപൊളിയാണ്. ഓടിക്കേണ്ടത് അതേ ഒന്നിന്റെ അടുത്തോട്ടുണ്ട്. ഓടിക്കുന്നുണ്ട്. കറക്റ്റ് ഹിസ്റ്ററി സർവീസ് കറക്റ്റ് വേറെ മേജർ പരിപാടി ഒന്നുമില്ല. മേജർ ഉള്ളത് ഇവിടെ ഉണ്ടാവില്ല. പിന്നെ 2019 ഐ10 ഗ്രാൻഡ്. ന്യൂ ടൈപ്പ് വണ്ടി, ബമ്പർമ ലൈറ്റും കാര്യങ്ങളൊക്കെ. സ്പോർട്സ് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 4 ടയർ പുതിയതുണ്ട്. ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി കറക്റ്റ് സർവീസിലാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 5 രൂപയൊക്കെ ചോദിക്കുന്നത്. 4.90 കുറച്ചു. കസ്റ്റമർ വരുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് 4.5 ലക്ഷം രൂപയൊക്കെ ലോൺ കയറും. 4.5 ലക്ഷം രൂപേന്റെ അടുത്ത് പ്രൊഫൈൽ എങ്ങനെയുള്ള അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 10 വണ്ടി പാർട്ടിക്കാര് ആധാർ കാർഡ്, പാൻ കാർഡ് ആയിട്ടും വന്നോട്ടെ. നമുക്ക് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ചെക്ക് ചെയ്ത് കൊടുക്കും. പോലെ പ്രൊഫൈൽ എങ്ങനെ ചെയ്യാം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. 750 സിവിൽ സ്കോറും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ഏകദേശം 90%, 80%, 90% നമുക്ക് ചെയ്യാൻ കഴിയും. പോലെ എങ്ങനെ വരുന്നു വെച്ചെങ്കിൽ പോലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാര്യം എങ്ങനെ വെച്ചാൽ നിങ്ങളെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. നല്ല പ്രൊഫൈലാണ്. 750 മേലുണ്ടോ, ഫുൾ ഓളാണ്. അല്ലെങ്കിൽ ഒരു 10-20 30 ഉണ്ടെങ്കിലും വണ്ടി ഇറക്കും. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഒരു 17-18 മൈലേജ് സുഖമായി. ആ ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ. ഇതെന്താ വെച്ചാല് ഓടിക്കാൻ നല്ല പെർഫെക്റ്റ് ആണ്. പിന്നെ ഇത് കംപ്ലൈന്റ് പറഞ്ഞ സാധനം അങ്ങനെ മെച്ചുണ്ട്. പിന്നെ കേറ്റാണ് കയറുമ്പോ ബാക്ക് കറങ്ങൂല. അങ്ങനെ മെച്ചുണ്ട്. അങ്ങനൊക്കെ ഉണ്ട്. കുറെ മെച്ചങ്ങൾ വരുന്നില്ലേ? അടുത്ത വണ്ടി ചെറിയ കായിന്റെ അൾട്ടോള. ഇതൊന്ന് അവിടെ വേറെ ഒന്നുണ്ട്. ബാബാക്ക് ഇത് കണ്ടില്ലേ? ഇത് 2009 വണ്ടി. 9 മോഡലാണ്. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പുതിയ റിന്യൂവൽ എല്ലാം പുതിയത്. 5 കൊല്ലത്തിന് ഫുൾ പേപ്പറിൽ വണ്ടി കൊടുക്കാം. 2 ടയർ മുന്നില് പുതിയത്. അത് പുതിയത്. പുതിയതിന്റെ പുതിയതില്ലേ? ബാക്കിലെ ടയർ പോയത്. പുതിയതില്ലേ? ആവറേജ് ടയറുള്ളൂ. ഏസിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. നല്ല മെക്കാനിക്കാണ്. LXi പിന്നെ വണ്ടി കമ്പനി സീറ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയാണ് വണ്ടി. നല്ല വൃത്തിയുള്ള കൊടുക്കാം. ഇത് കിലോമീറ്റർ 5 കൊല്ലത്തിന് ഫുൾ പേപ്പറാണ്. ഒന്നും അറിയണ്ട. ഇൻഷുറൻസ് ഒരു കൊല്ലത്തിനും ബാക്കി 5 കൊല്ലത്തിനാണ്. ഓടിയാൽ മതി. എണ്ണടിച്ച് ഓടിയാൽ മാത്രം. കുറച്ച് തരാം. വേറെ ഇത് കിലോമീറ്റർ ഓടിയെന്ന് പറയാൻ പറ്റുമോ? 1.15 1.18 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയും നോക്കണം. കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ലോ അല്ലേ? ഇതൊന്നും പിന്നെ ഓണർഷിപ്പ് നോക്കണം. ഇത് ആൾക്കാർ ചോദിച്ചില്ല എന്താ പേപ്പർ എന്നാന്നല്ല ചോദിച്ചത്. അതിന് ഫുൾ പേപ്പറാണ്. ക്ലിയർ ആണല്ലേ? ഫുൾ പേപ്പർ. ഇഞ്ചൻ ഗ്യാരണ്ടി പറഞ്ഞു തരും. മെക്കാനിക്കും ഫുൾ ക്ലിയർ ആണല്ലേ? എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1,20,000 രൂപ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് കൊടുക്കേണ്ടത്. പേപ്പർ എടുക്കാനായി നല്ലൊരു പൈസ ആയിരിക്കണം. പിന്നെ ടയറും കാര്യമൊക്കെ ഇട്ടു. പുത്തൻ ടയറൊക്കെ ഒന്നും നോക്കണ്ട. ചെറിയൊരു ആവശ്യക്കാർക്ക് അങ്ങ് ഉപയോഗിക്കാന് പേപ്പറും ഉണ്ട്, വണ്ടി ഉണ്ട്, മെക്കാനിക്കും ഉണ്ട്. എല്ലാം ഉഷാർ. അടിപൊളി വണ്ടിയാണ്. ലോൺ ഇതൊരു 50 രൂപ 60 രൂപ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് കൊടുക്കാം. ഇതൊന്നും ലോൺ ഇടാതെ എന്തേ കാട്ടിയാണ്ട് എടുക്കുകയാണ് ലാഭം. ഗോൾഡോ കാര്യം വെച്ചാണ് എടുത്താൽ അതാണ് ലാഭം. ഇതിപ്പോ ഒരു കൊല്ലം ഉപയോഗിച്ചാണ് വിൽക്കുകയാണെങ്കിലും വല്ലാതെ പൈസ കിട്ടും. നഷ്ടം വരില്ല. ഡിമാൻഡാണ്. 18 ലെവലിൽ മൈലേജ് കിട്ടും. അതേമാതിരി ഒരു ബ്ലൂ കളർ ആൾട്ടോ 2018
2008 പുതിയ പേപ്പർ. 8 മോഡൽ പുതിയ പേപ്പറാണ്. 51 72 8 12 മാസത്താണ് വണ്ടി. ഇപ്പൊ പേപ്പർ എടുത്തിട്ടുള്ളൂ. അതേ വായിക്കാനായി പേപ്പർ. LXi. ഓക്കെ. കിലോമീറ്റർ പറയാൻ പറ്റത്? കിലോമീറ്റർ 1.4 1.20 ഓടിക്കണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 4 ടയർ പുതിയതുണ്ട്. 4 പുതിയതാ? 4 കരിമുത്തൻ ടയർ. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് അതേ വിലേനെ നമ്മൾ ചോദിക്കേണ്ടത്. ഇതൊരു ഏകദേശം ഒരു 1.17 ഫൈനൽ ആകുകയാണെങ്കിൽ കൊടുക്കാം. 3000 കുറച്ചിട്ട് കൊടുക്കാം. നല്ല വണ്ടി, നല്ല വൃത്തിയാണ് വണ്ടി. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഫുള്ളായതുകൊണ്ട് പുറത്തിട്ടേക്കണ്ട. അതിന്റേതായ ഒരു പൊടി ചളികൾ ഇതെന്തായാലും നമ്മൾ വൃത്തിയാക്കി ഒക്കെ ഫുൾ വൃത്തിയിലേ കൊടുക്കും. കുട്ടപ്പനാക്കിയ വണ്ടി കൊടുക്കും. ഇതുപോലെ ലോൺ കയറുമല്ലേ? ലോണും ഇതേമാതിരി ഒരു 50 60 റുപ്യ എന്തായാലും വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കല്ലേ? അത് സെറ്റിലോടെ കയറുള്ള ഇവര് ചുറ്റുവട്ടത്തിലുള്ളവർക്കല്ലേ? അതേമാതിരി നല്ല അടിപൊളി അലവിലൊക്കെയുള്ള റിഡ്സ് ആണ് ഉള്ളത്. റിഡ്സ് 2009 മോഡൽ 10 K സീരീസ് ഇഞ്ചിന്റെ പെട്രോൾ വണ്ടി. 313 നമ്പറാണ്. ഫ്രണ്ട് ക്യാമറ ഉണ്ട്, ബാക്ക് ക്യാമറ ഉണ്ട്, അലവിൽ ഉണ്ട്, ഡിക്ക് സ്പോയിലർ ഉണ്ട്, ഡോർ വൈസർ ഉണ്ട്, എല്ലാം ഉണ്ട് വണ്ടി. വീലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. കിലോമീറ്റർ ഇത് 1,15,000 1,10,000 അങ്ങനെ ഇത്ര ഓടിക്കണ്ട്. മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. നല്ല മെക്കാനിക്കാണ്. നമ്മളെ ഫേവറേറ്റ് സാധനം ഉണ്ടോ? ഏതേ? ഒന്നുമില്ല. എനിക്ക് ഇങ്ങനെ റീപ്ലേസ്മെന്റ് പറയണം. ഇല്ല, ഇവിടെ റീപ്ലേസ് ഇല്ല. ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിക്ക് ഏതെങ്കിലും ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു. 313 ഫാൻസി കാര്യങ്ങളൊക്കെ ഉള്ള റിഡ്സ്. ഇത് നമുക്ക് 2,20,000 റുപ്യ നമ്മൾ ചോദിക്കണ്ടേ. ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. നല്ല ക്വാളിറ്റിയാണ്. നല്ല വണ്ടി ചോദിച്ചു വരുന്നവന് നല്ലൊരു ക്വാളിറ്റിയിൽ വണ്ടി കൊടുക്കാം. മെക്കാനിക് ഫുൾ ക്ലിയർ. മെക്കാനിക് ഫുള്ളാണ് വണ്ടി. ക്യാമറ, ഫ്രണ്ട് ക്യാമറ ഉണ്ട്, ബാക്ക് ക്യാമറ ഉണ്ട്, എല്ലാ പരിപാടികളും പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അലവില് കാര്യങ്ങൾ അതും ഉണ്ട്. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഒരു 1,00,000 റുപ്യ 1,10,000 ഇട്ട് കൊടുക്കാം. 1,00,000 വണ്ടി ഇറക്കാം. മൈലേജ് എത്ര കിട്ടും? പറ്റുള്ളൂ മൈലേജ് ഇത് K സീരീസ് ആയതുകൊണ്ട് ഒരു 15-16 കിട്ടും. ആ ലെവലില് ഇതാണ് വരുന്നില്ലേ? 17-18 കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് K സീരീസിന്. അതൊന്നൊക്കെ പ്രയാസമാണ്. 15-16 കിട്ടും. K സീരീസ് അല്ലെങ്കിൽ ഒരു 12-13 അത്ര കിട്ടുള്ളൂ. വ്യത്യാസം വരുമല്ലേ? അടുത്ത വണ്ടി പിന്നെ വൈറ്റ് കളർ നാനോ ഇത് 14 വണ്ടി. 14 AC മാത്രമുള്ള വണ്ടി. AC മാത്രം 25,000-26,000 ഓടിയിട്ടുള്ളൂ. ആ 26,000 ഓടിക്കാണ് 4 ടയർ പുതിയതിട്ട് 26,000 ഓടിക്കാണ്ട് 4 പുത്തൻ ടയർ ഇട്ടും ചെയ്തു. ഡിക്കൊന്നും ഓപ്പൺ ആവില്ല. ഡിക്കൊക്കെ സ്പാൻഡറൊക്കെ ഇട്ട് തിരിച്ചേണ്ടി വരും. ഓപ്പൺ ആക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ. അത് കൊറേ പണി എടുക്കണം. ഇതൊരു ചിലവരൊക്കെ ചെയ്യണ്ടേ. വർഷാപ്പും ചെയ്തെടുക്കുന്നുണ്ട്. അത് ഓരോ വർഷാപ്പ് ചെയ്തെടുക്കേണ്ട ടീമുണ്ടല്ലോ. നല്ല ക്വാളിറ്റി വണ്ടി നോക്കാം. നല്ല വൃത്തിയുണ്ട്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സാധാരണ ചെറിയൊരു ഓട്ടോ ഓടിയൊരു വണ്ടിയല്ലേ. ആ സീറ്റ് കവറൊക്കെ അതേ അതുകൊണ്ടാണ്. പിന്നെ സെയിൽസിനൊക്കെ പറ്റും വണ്ടിയാണ്. അതേമാതിരി വേറെ സാധനം എടുക്കാനൊക്കെ പറ്റും. മെയിൻ ആയിട്ട് എന്താ വെച്ചാല് ഈ ഇഞ്ചർ റൂം ബാക്കിലാണ്. മുന്നിലെ ബോണറ്റൊക്കെ തുറന്നാല് ഫുള്ള് തുരുമ്പേ കാരണം ഞാനൊക്കെ. തുരുമ്പൊന്നും ഒരു പരിപാടിയില്ല. ചെറിയൊരു ഓട്ടോ ഓടിയിട്ടല്ലേ ഉള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി. എത്ര കൊടുക്കുന്നത്? ഇത് 85 റുപ്യാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചോദിക്കണ്ട്. അതിൽ നമുക്ക് ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. പുതിയത് എടുത്തു കൊടുക്കും. തേടല്ലേ കുട്ടികളോ. ഫസ്റ്റ് ഒക്കെ എടുത്താ പിന്നെ നമുക്കൊരു അഹങ്കാരാവില്ല. തേർഡ് ക്ലാസ് ഇൻഷൂർ എടുത്ത് കൊടുത്ത് വണ്ടി റോട്ടുകൾ ഇറക്കിയാലും തരുമല്ലേ? ലോണ് റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. 20 മേപ്പെട്ട് പെട്രോളും മൈലേജും കിട്ടും. അതാണ് ഗ്യാരണ്ടി. ഫ്രണ്ട്സ്, അപ്പൊ വീടിന്റെ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാര്യം മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് പേജ് പോലെ വെക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.